everyone, welcome back to my YouTube channel IEV Vlog. This is Dr. Shilpa Premkumar. നിങ്ങൾ പലരും പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയതും പല സർട്ടിഫിക്കറ്റും ഉള്ള കാൻഡിഡേറ്റ്സ് ആണെന്ന് അറിയാം. നിങ്ങൾക്ക് പലർക്കും ഡൗട്ട്സ് ഉണ്ടാവും, ഗൾഫ് കൺട്രീസിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യോ, ദുബായിലേക്ക് സ്പെസിഫിക്കലി ആക്സെപ്റ്റ് ചെയ്യോ എന്നൊക്കെ. അങ്ങനെ കുറച്ച് കാൻഡിഡേറ്റ്സ് നമ്മുടെ ലാസ്റ്റ് വീഡിയോന്റെ ഇതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡൗട്ട്സ് ആണ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് ദുബായിലേക്ക് അപ്രൂവൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ പറ്റിയാണ്. ഓക്കെ, താഴെ പറയുന്നതാണ് ആ ഡീറ്റെയിൽസ്. നിങ്ങൾ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ്സിനൊക്കെ ദുബായിലേക്ക് അപ്രൂവൽ കിട്ടുന്നതാണ്. അപ്പം ഞാൻ പേഴ്സണലി അന്വേഷിച്ചറിഞ്ഞതാണ് ഈ ഇൻഫർമേഷൻ. സോ യു ക്യാൻ സി DME സർട്ടിഫിക്കറ്റ്, പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് കൗൺസിൽ DMLT സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ നമ്മുടെ വേരിയസ് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതാണ് സ്പെസിഫിക്കലി. ഫോർ എക്സാമ്പിൾ പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അപ്രൂവൽ കിട്ടുമോ, DME സർട്ടിഫിക്കറ്റിന് അപ്രൂവൽ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോ. സോ ഇതൊക്കെ അപ്രൂവൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അപ്രൂവൽ കിട്ടാറുണ്ട്. ദുബായിലേക്കുള്ള ഡാറ്റ ഫ്ലോന് അപ്രൂവൽ കിട്ടാറുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.